ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഫാബുലസ് ലൈഫ്. ഇന്നത്തെ വീഡിയോയിൽ സെൽഫ് എസ്റ്റീമിനെ കുറിച്ചിട്ടാണ് ക്ലിയർ ആക്കുന്നത് കേട്ടോ. എൻ്റെ ഒരുപാട് വീഡിയോസിൽ ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, നമുക്ക് ഇന്ന കാര്യങ്ങൾ സെൽഫ് എസ്റ്റീം ഉണ്ടായാലും മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. നമ്മുടെ സെൽഫ് എസ്റ്റീം കുറവാണെങ്കിൽ നമുക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ. വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്തവർക്ക് ഓൾറെഡി അറിയാം സെൽഫ് എസ്റ്റീം കുറഞ്ഞാലുള്ള പ്രശ്നവും അതുപോലെ സെൽഫ് എസ്റ്റീം കൂട്ടാനായിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. കാരണം ഓൾമോസ്റ്റ് ഗ്രൂപ്പിലും ഈ വിഷയങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. സെൽഫ് എസ്റ്റീം കുറവുള്ള ആൾക്കാരുടെ ലക്ഷണങ്ങൾ നോക്കാം. അതായത് ഒന്ന്, ആങ്സൈറ്റി. എല്ലാറ്റിനോടും ഒരു ആശങ്കയായിരിക്കും, വല്ലാത്തൊരു സ്ട്രെസ്സായിരിക്കും, എല്ലാത്തിലും സംശയമായിരിക്കും, സെൽഫ് ഡൗട്ടായിരിക്കും, തോറ്റുപോകുമോ എന്നുള്ള പേടിയുണ്ടാവും എന്ത് കാര്യത്തിലെടുത്താലും. അതുപോലെ ചുറ്റുമുള്ള ആൾക്കാരെ പ്ലീസ് ചെയ്ത് നിർത്തുക, അതായത് എല്ലാവരെയും തൃപ്തിപ്പെടുത്തി കൊണ്ടു നടക്കാനായിട്ട് ശ്രമിക്കുക. ബൗണ്ടറി ഇല്ലാതിരിക്കുക, ഒരു അതിർവരമ്പും ഇല്ല, ആർക്കും എപ്പോൾ വേണമെങ്കിലും കയറി എന്ത് വേണമെങ്കിലും പറയാം, ചെയ്യാം, ആ ലെവലിൽ അങ്ങ് നിന്നു കൊടുക്കുക. ഒരു ബൗണ്ടറിയും ഇല്ല, ആർക്കും എന്തും ചെയ്യാം. പക്ഷേ തിരിച്ചങ്ങോട്ടേക്ക് വളരെ മാന്യമായിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക, കാരണം പ്രശ്നങ്ങൾ ഏറ്റുവാങ്ങാനുള്ള ശക്തി ഉണ്ടാവില്ല. അതുപോലെ തന്നെ മറ്റുള്ളവരെ നന്നായിട്ട് ഹേർട്ട് ചെയ്യാനായിട്ട് അനുവദിക്കും. അവരെന്തും പറഞ്ഞോട്ടെ, ചെയ്തോട്ടെ, സ്വന്തത്തിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കില്ല, അല്ലെങ്കിൽ സ്വന്തത്തിന് വേണ്ടി നിലകൊള്ളില്ല. എല്ലാ കുത്തുവാക്കും ഏറ്റുവാങ്ങും, അഡ്ജസ്റ്റ് ചെയ്യും എല്ലാ കാര്യവും, വേണ്ടാത്തതൊക്കെയും അല്ലെങ്കിൽ വേണ്ടുന്നതും വേണ്ടാത്തതൊക്കെയും അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ സ്വന്തത്തിന് വേണ്ടി സംസാരിക്കില്ല. പൊസസീവ്നെസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പാർട്ട്ണറിനോട് അല്ലെങ്കിൽ കുട്ടികളോട്, ഇത് എൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ ഇതെൻ്റെ ഭാര്യ, ഇന്ന പോലെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, നടക്കാൻ പാടുള്ളൂ, ഈ രീതിയിലുള്ള പൊസസീവ്നെസ്. നല്ല സ്നേഹമൊക്കെ ആയിരിക്കും, പക്ഷേ ഭയങ്കര പൊസസീവായിരിക്കും. ഒരാളെ ദ്രോഹിക്കുന്ന രീതിയിൽ ഓരോ മണിക്കൂറിലും കോണ്ടാക്റ്റ് ചെയ്യണം, കെയർ ചെയ്യണം, അല്ലേ, ആ രീതിയിലുള്ള പൊസസീവ്നെസ്. പിന്നെ ക്ലിങ്ങിനെസ്, എപ്പോഴും പുറകിൽ കൂടുക, അതായത് പിന്നാലെ നടക്കുക. സെൽഫ് എസ്റ്റീം കുറവുള്ള ആൾക്കാർ സ്വന്തം സെൽഫിന് വേണ്ടി സമയം കൊടുക്കാറില്ല. എല്ലാം ചുറ്റുമുള്ള ആൾക്കാരാണ്, കൂടെയുള്ള ആൾക്കാരാണ്. അവനവന് എന്ന് പറഞ്ഞ് ഒന്നും ഉണ്ടാവില്ല, സ്വന്തത്തിന് വേണ്ടി ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് എപ്പോഴും ഈ തലവേദന അല്ലെങ്കിൽ മറ്റുള്ള ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ, ക്ഷീണം, എനിക്കത് കഴിയുന്നില്ല, വയ്യ, ഈ രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളും ഉണ്ടാവും. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളായിട്ട് തോന്നുന്നുണ്ടോ? കുറേ പേർക്ക് പഴയ നിങ്ങളിങ്ങനെ ആയിരിക്കും, അല്ലേ? പഴയ ഞാൻ ഇങ്ങനെയായിരുന്നു, സെൽഫ് എസ്റ്റീം ഇല്ലാത്ത ഞാൻ ഇങ്ങനെയായിരുന്നു. എന്ത് കാര്യം കേട്ടാലും ഇത് എവിടെ തുടങ്ങണം, എന്ത് ചെയ്യണം എന്നുള്ളതിൽ ക്ലാരിറ്റി ഉണ്ടാവില്ല. അതായത് എപ്പോഴും മെൻറ്റൽ ഫോഗായിരിക്കും. കാരണം കുറേ കാര്യം ചെയ്യണം, കുറേ കാര്യങ്ങൾ ക്ലിയർ ആക്കണം, എന്നാൽ എവിടെയും തുടങ്ങാൻ പറ്റില്ല. അതുപോലെ സ്വന്തത്തോട് നെഗറ്റീവായിട്ട് മാത്രമേ സംസാരിക്കുള്ളൂ. അധിക സമയത്തും സംസാരിക്കുന്നത് നെഗറ്റീവായി മാത്രമായിരിക്കും. എപ്പോഴും സ്വന്തത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. എന്ത് നടന്നാലും, ലോകത്ത് എന്ത് നടന്നാലും തെറ്റ് എൻ്റെത് എന്ന ചിന്തയായിരിക്കും. ലോകത്തുള്ള എല്ലാവർക്കും വില കൊടുക്കും, ചെറിയ കുഞ്ഞു മുതൽ അല്ലെങ്കിൽ ഒരു പക്ഷി മുതൽ സകലതിനും വില കൊടുക്കും. പക്ഷേ അവനവന് ഒരു വിലയും കൊടുക്കില്ല, സ്വന്തത്തിന് ഒരു വിലയും കൊടുക്കില്ല. അപ്പോൾ ഇത് നിങ്ങളാണെന്ന് തോന്നുന്നുണ്ടോ? എന്നാൽ ഇത് സെൽഫ് എസ്റ്റീം ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ് കേട്ടോ. ഇത് മാത്രമല്ല, ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് സെൽഫ് എസ്റ്റീം ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഒന്ന്, സെൽഫ് കമ്പാഷൻ പ്രാക്ടീസ് ചെയ്യുക. സ്വന്തത്തെ സുഹൃത്തിനെ പോലെ കെയർ ചെയ്യുക, സ്വന്തം ബെസ്റ്റ് ഫ്രണ്ടിനെ പോലെ സ്വന്തത്തെ നോക്കുക. അതായത് നല്ല സ്നേഹം കാണിക്കുക സ്വന്തത്തോട്. 2, നിങ്ങളുടെ കഴിവിലേക്ക് എപ്പോഴും നോക്കുക. നിങ്ങൾക്ക് എന്തൊക്കെ കഴിവുകളുണ്ട്? ഒരുപാട് കഴിവുകളുണ്ടാവും അല്ലേ? പക്ഷെ അതൊക്കെ അവിടെ അടക്കി വെച്ചിട്ടായിരിക്കും മറ്റുള്ളവരുടെ കഴിവിനെ പുകഴ്ത്തുന്നതും മറ്റുള്ളവരുടെ കാര്യത്തിൽ ഫുൾ ഫോക്കസ് കൊടുക്കുന്നതും, അയ്യോ അവരൊക്കെ ചെയ്യുന്നുണ്ട് എനിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നതും. സ്വന്തം സ്കില്ലിലേക്കൊന്ന് നോക്കുക, എന്തൊക്കെ കഴിവുകളുണ്ട് അതൊക്കെ ഒന്ന് പൊടി തട്ടി എടുക്കാൻ സമയം കണ്ടെത്തുക. പിന്നെ നെഗറ്റീവായിട്ടുള്ള ചിന്തകളെ ചലഞ്ച് ചെയ്ത് പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ കൊടുത്ത് തുടങ്ങുക. നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വന്നോട്ടെ, പക്ഷെ അതിന് സ്ഥാനം കൊടുക്കാതെ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് അത് പ്രാക്ടീസ് ചെയ്യുക. 3 കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. 1, സെൽഫ് കമ്പാഷൻ പ്രാക്ടീസ് ചെയ്യുക. 2, നിങ്ങളുടെ കഴിവിലേക്ക് നോക്കുക. 3, നെഗറ്റീവ് ചിന്തകളെ ചാലഞ്ച് ചെയ്യുക. 4, കുഞ്ഞു കുഞ്ഞു ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്ത് അത് അച്ചീവ് ചെയ്യുക. വലിയ കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നതിന് പകരം ചെറിയ ചെറിയ ഗോൾസ് ഡെയിലി സെറ്റ് ചെയ്ത് അത് ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. 5, അച്ചീവ് ചെയ്ത ഓരോ കാര്യവും വീണ്ടും ഓർത്ത് നോക്കുക. നമ്മൾ കുറേ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാറുണ്ട്, പക്ഷെ പിന്നെ അത് ഓർത്ത് നോക്കാറില്ല, അല്ലേ? അച്ചീവ് ചെയ്യുന്നത് വരെ നമ്മൾ അതിനെക്കുറിച്ച് തന്നെ പറയും, പക്ഷെ അത് കഴിഞ്ഞാൽ അതവിടെ കഴിഞ്ഞു, വിട്ടു. അതൊന്നും ഓർത്ത് സന്തോഷിക്കാൻ നമ്മൾ നിൽക്കാറില്ല.
നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതികൾ ഓരോന്നും നമ്മൾ അല്ലെങ്കിൽ അച്ചീവ് ചെയ്ത കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓർക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളോടുള്ള വാല്യൂ ആണ് കൂടുന്നത്. നമുക്ക് നമ്മളോട് ഇഷ്ടം തോന്നും. നമ്മൾ ഒരു സംഭവമാണ് എന്നുള്ള തോന്നൽ നമുക്ക് മെല്ലെ മെല്ലെ വരും. എന്നെ ഒന്നിനും കൊള്ളില്ല എന്നുള്ളതിൽ നിന്ന് ഓ ഞാൻ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലേ എന്നുള്ള ചിന്ത വരും. അത് തന്നെയാണ് സെൽഫ് എസ്റ്റീം. അപ്പോൾ ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യുക, അത് അച്ചീവ് ചെയ്യുക. അച്ചീവ് ചെയ്ത കാര്യങ്ങൾ ഓരോന്നും ഇടയ്ക്കിടയ്ക്ക് ഓർത്ത് നോക്കുക, ഓർത്ത് സന്തോഷിക്കുക. 6, നിങ്ങളെ ഉയർത്തുന്ന ആൾക്കാരുമായി സമയം ചിലവഴിക്കുക. അത് ചിലപ്പോൾ ഒരു ഇൻഫ്ലുവൻസർ ആയിരിക്കാം, യൂട്യൂബിൽ നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു വ്ളോഗറോ അല്ലെങ്കിൽ ഒരു മോട്ടിവേഷണൽ സ്പീക്കറോ ഒക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ മെൻറ്റർ ആയിരിക്കാം, നിങ്ങളുടെ പുസ്തകമായിരിക്കാം, അല്ലെങ്കിൽ നല്ല സുഹൃത്തുക്കളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കാം. നിങ്ങളെ ഉയർത്തുന്ന ആൾക്കാരുമായിട്ട് തന്നെ കൂടുതൽ സമയം ചെലവഴിക്കാൻ ശ്രമിക്കുക. 7, മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ ജീവിക്കുന്ന ഓരോ മൊമെൻറ്റും അറിഞ്ഞ് തന്നെ ജീവിക്കാൻ ശ്രമിക്കുക. അതിനോടൊപ്പം തന്നെ സെൽഫ് റിഫ്ലക്ഷൻ നടത്തുക. നിങ്ങൾ എത്രത്തോളം എന്തൊക്കെ ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ലൈഫ് എവിടെയാണ് എത്തി നിൽക്കുന്നത്, ഇനി എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത്, ഇടയ്ക്കിടയ്ക്കൊന്ന് റിഫ്ലക്റ്റ് ചെയ്യുക. അവസാനമായിട്ട് പറയുന്നത് ഏറ്റവും ഹാർഡായിട്ടുള്ള കാര്യമാണ്. സെൽഫ് എസ്റ്റീം ഇല്ലാത്ത ആൾക്കാർ എപ്പോഴും വരുത്തുന്ന ഒരു മിസ്റ്റേക്കും കൂടിയാണ്. ഞാൻ ഒരുപാട് വരുത്തിയിട്ടുള്ള, ഇപ്പോഴും ഇടയ്ക്ക് എൻ്റെ കയ്യിൽ നിന്ന് വന്നു പോകുന്ന ഒരു മിസ്റ്റേക്കാണത്. അതായത് മറ്റൊരാൾ നിങ്ങളോട് താങ്ക് യു പറയുന്ന സമയത്ത് അത് അയ്യോ താങ്ക്സ് ഒന്നും വേണ്ട എന്ന് പറയാതെ അത് അക്സെപ്റ്റ് ചെയ്യുക. ഇറ്റ്സ് മൈ പ്ലഷർ, അല്ലെങ്കിൽ ഇതെനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ, ഈ രീതിയിൽ റിപ്ലൈ കൊടുക്കുക. അല്ലെങ്കിൽ അത് കേൾക്കാത്ത പോലെ നിൽക്കുന്ന, അങ്ങനെയൊക്കെ ഞാനും ചെയ്തിട്ടുണ്ട് കേട്ടോ. കേൾക്കാത്ത പോലെ, കാരണം എനിക്ക് സെൽഫ് എസ്റ്റീം ഇല്ല. അപ്പം ഞാനെങ്ങനെ മറ്റൊരാളുടെ ആ ഒരു താങ്ക് യു അക്സെപ്റ്റ് ചെയ്യും? ഞാൻ എന്തോ വലിയ കാര്യം ചെയ്തു എന്നുള്ള പോലെ ഒരാൾ താങ്ക് യു പറയുമ്പോൾ എനിക്ക് സെൽഫ് എസ്റ്റീം ഇല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നിങ്ങളങ്ങനെ കേൾക്കാത്ത പോലെ നിൽക്കാറുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരാൾ താങ്ക് യു പറയുന്ന സമയത്ത് ഓ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് പറയുന്നതെങ്കിൽ, ഇനി അങ്ങോട്ട് അതൊന്ന് സ്റ്റോപ്പ് ചെയ്യുക. അതിന് പകരം കൊടുക്കാൻ പറ്റുന്ന റിപ്ലൈ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, ഇപ്പോൾ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്നാണ്. ശരിക്കും എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ, അത് പറഞ്ഞാൽ പോരെ അല്ലേ? അപ്പോൾ നിങ്ങളൊരു വാക്ക് കണ്ടുപിടിക്കുക, അത് റിപ്ലൈ കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങളുടെ സെൽഫ് എസ്റ്റീം അത് കൂടുക തന്നെ ചെയ്യും. 100% സെൽഫ് എസ്റ്റീം കൂടും. ഇത് തനിയെ പ്രാക്ടീസ് ചെയ്യാൻ കഴിയുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യാം. നിങ്ങളെപ്പോലെ തന്നെ ചിന്തിക്കുന്ന ഒരുപാട് പേരെ മീറ്റ് ചെയ്യാനുള്ളൊരു പ്ലേസ് കൂടിയാണ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ. നിങ്ങൾ ഒരുപാട് മുറിവേറ്റ ഒരാളാണെങ്കിൽ, നിങ്ങളുടെ ക്യാരക്ടറിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ, ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ റിസൾട്ട് കിട്ടാൻ കുറച്ചധികം സമയമെടുക്കും. എല്ലാവർക്കും ഒരുപോലെയല്ല റിസൾട്ട് കിട്ടുക, സമയമെടുക്കും. ഇറ്റ്സ് ഓക്കെ, നിങ്ങൾക്ക് സമയം കൊടുക്കുക. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അൻറ്റിൽ ദെൻ ബൈ.